കെ ഷാജി, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ വരവിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സംഘടനാ പ്രവർത്തനത്തിലൂടെ അല്ലാതെ സംസ്ഥാന അധ്യക്ഷനാകുന്ന ആദ്യത്തെ നേതാവാണ്. അപ്പോൾ ഇനി സംഘടനാ പ്രവർത്തനത്തിലൂടെ വേണ്ട ഒരു ആൾക്ക് തലപ്പത്തെത്താൻ എന്ന ഒരു സന്ദേശം കൂടിയാണ് തരുന്നതെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? നേരത്തെ ലാലൂടെ പറഞ്ഞതുപോലെ ഇതൊരു BJPയുടെ ആഭ്യന്തരമായിട്ടുള്ളൊരു കാര്യമാണ്. ആരെ അവരുടെ സംസ്ഥാന യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാക്കണം, അതെങ്ങനെ വേണം, അതിൻ്റെ എന്ത് മാനദണ്ഡം വേണം എന്നൊക്കെ ഉള്ളത് അവരുടെ ദേശീയ നേതൃത്വത്തിന്, സംസ്ഥാന നേതൃത്വത്തിന് വിശ്വാസത്തിലെടുത്തുകൊണ്ടോ അവരുമായി ചർച്ച നടത്തിക്കൊണ്ടോ അല്ലാതെയോ തീരുമാനിക്കാം. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ വേറെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയം അല്ലെങ്കിൽ ഹിന്ദുത്വത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകെ തന്നെ ഏറ്റവും കൂടുതൽ RSSൻ്റെ യൂണിറ്റുകളുള്ള ഒരു വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന RSS യൂണിറ്റുകളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഒപ്പം തന്നെ വളരെ സുസംഘടിതമായിട്ടുള്ള സംഘടനാ സംവിധാനം ജനസംഘത്തിൻ്റെ കാലം തൊട്ട് തന്നെ കേരളത്തിൽ നിലവിലുണ്ട് പാർട്ടിക്ക്. അപ്പോൾ അവർക്ക് ആളുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. ഭൂരിപക്ഷ സമൂഹത്തെ അവരുടെ രാഷ്ട്രീയം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും BJPയുടെ സംഘടനാ സംവിധാനം കേരളത്തിൽ വളരെ ശക്തമായിരുന്നു. ഒപ്പം തന്നെ ഈ പാർട്ടിക്ക് ഒരിക്കലും നേതാക്കന്മാരുടെ ക്ഷാമം ഉണ്ടായിട്ടില്ല. അത് KG മാരാരുടെ OV രാജഗോപാലിൻ്റെ കാലം തൊട്ട് തന്നെ നമ്മൾ നോക്കിയാൽ എല്ലാ കാലത്തും ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസിലെ പോലെ അല്ലെങ്കിൽ CPM-നെ പോലെ തന്നെ വിഭാഗീയതയോ ഗ്രൂപ്പിസത്തിനോ ഒന്നും BJPയിൽ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള രാഷ്ട്രീയ വിജയങ്ങൾ ഉണ്ടായിട്ടിരിക്കുകയും രാജഗോപാൽ നിയമസഭയിലേക്ക് ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതൊഴിച്ചാൽ അല്ലെങ്കിൽ സുരേഷ് ഗോപി ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് പോയതൊഴിച്ചാൽ കാര്യമായിട്ടുള്ള വിജയങ്ങൾ ഇവർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പോലും വളരെ കുറച്ച് മാത്രം വിജയമുണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ പാർട്ടിക്ക് ഗ്രൂപ്പിസത്തിൻ്റെ കാര്യത്തിൽ, അധികാര വടംവലിയുടെ കാര്യത്തിൽ, നേതാക്കന്മാർ തമ്മിലുള്ള ഈഗോയുടെ കാര്യത്തിൽ ഒരു ക്ഷാമവുമില്ല. അതിൽ പലപ്പോഴും മറ്റു പാർട്ടികളെ കടത്തിവിട്ടുന്ന രീതിയിലാണ് ഈ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഔട്ട്സൈഡറായിട്ടുള്ള ഒരാളെ ഇവിടെ കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത പലരും പറഞ്ഞു തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വലിയ പെർഫോമൻസ് ആയിരുന്നു. അദ്ദേഹം പല സ്ഥലത്തും ഏതാണ്ട് 4 അസംബ്ലി മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ വിറപ്പിച്ചു അല്ലെങ്കിൽ വെല്ലുവിളിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു വേറെ സവിശേഷമായൊരു ഘടകം തിരുവനന്തപുരം എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലത്തിലുണ്ട്. അതിലേക്ക് വരാം. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹം അടിസ്ഥാനപരമായി ഒരു ടെക്നോക്രാറ്റാണ്, മറുവശത്ത് ബിസിനസ്സുകാരനാണ്. ഒപ്പം തന്നെ കർണാടകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന മേഖല. അവിടെ തന്നെ രാജ്യസഭയിലേക്ക് പോയിട്ടാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ BJP നേതൃത്വത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വളരുന്നത്. നമ്മൾ നോക്കി 2006 അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് വരുന്നതെന്ന് പറയുന്നത് ഏതാണ്ട് കർണാടകത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയോടെ അൺഓപ്പോസ്ഡ് ആയിട്ടാണ് അദ്ദേഹം രാജ്യസഭയിലേക്ക് വരുന്നത്. അങ്ങനെ പക്ഷേ കേരളവുമായിട്ട് വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല. ഏതോ സമയത്ത് പത്രവാർത്തകളോട് നമ്മൾ അറിയുന്നു NDAയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുക്കപ്പെട്ടുവെന്ന്. ഈ അടുത്ത കാലം വരെ അദ്ദേഹം NDAയുടെ ചെയർമാനായി കേരളത്തിലുണ്ടായിരുന്നു പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷെ അപ്പോഴൊന്നും കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ സജീവമായ സാന്നിധ്യം നമ്മൾ അറിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇവിടെ വരുന്നു, അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയാവുന്നു. അത് തിരുവനന്തപുരം മണ്ഡലം എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും തിരുവനന്തപുരം കോർപ്പറേഷൻ മേഖലയിൽ പ്രത്യേകിച്ചും നേമത്തും കോർപ്പറേഷൻ മേഖലയിലൊക്കെ ആയിട്ട് BJPക്ക് എത്രയോ കാലമായിട്ട് ജനസംഘത്തിൻ്റെ കാലം തൊട്ട് അത് 1987 നടന്ന മത്സരങ്ങളിലൊക്കെ BJPയുടെ സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വോട്ട് നേടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. കോവളത്ത് വോട്ട് കൂടി. കോവളത്ത് രാജീവ് ചന്ദ്രശേഖർ 36,136 വോട്ട് നേടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനകത്ത് 2 ഘടകങ്ങളാണ്. കാരണം ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് വന്ന ഒരു മധ്യവർഗത്തിൻ്റെ ഇടയിൽ നിന്നുണ്ടാക്കിയ ഒരു അപ്പീല്, അതുപോലെ തന്നെ വികസനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ ഈ കാര്യങ്ങളിലെല്ലാം ശശി തരൂരൊരു അദ്ദേഹത്തുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ രാജീവ് ചന്ദ്രശേഖർ വലിയൊരു ഘടകം എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മോഡിയുടെ അദ്ദേഹത്തിന് മറ്റൊരു വട്ടം കൂടി മറ്റൊരു ഊഴം കൂടി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ആ മണ്ഡലത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശശി തരൂരിന് കിടപിടിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഇടപെടൽ, അത് അദ്ദേഹത്തിൻ്റെ സാമ്പത്തികമായ ഉയർച്ച, രാജ്യാന്തര തരത്തിലുള്ള എക്സ്പോഷർ, അതുപോലെ തന്നെ ഈ ടെക്നോളജിയുമായിട്ടൊക്കെയുള്ള ആഭിമുഖ്യം, അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു ഇലക്ഷനിൽ മത്സരിക്കാൻ നല്ല ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ മെച്ചമാണ്. മറുവശത്ത് ഒരുപാട് ഗ്രൂപ്പുകളുള്ള തമ്മിലടിക്കുന്ന അമിത്ഷായും മോഡിയും പോലും പറഞ്ഞാൽ കേൾക്കാതെ ഒത്തുപോകാൻ വിസംബന്ധിച്ച് പല ഘടകങ്ങളായി ഭിന്നിച്ച് നിൽക്കുന്ന ഈ ഗ്രൂപ്പിനുള്ള ഈ സംസ്ഥാന യൂണിറ്റിൻ്റെ ഉള്ളിലേക്ക് അദ്ദേഹം വരുമ്പോൾ ഒരു ഒരുമയുടെ കോർഡിനേഷൻ്റെ ഒന്നിച്ചു കൊണ്ടുപോകലിൻ്റെ ഒരു പ്രക്രിയ രാഷ്ട്രീയത്തിൽ കമ്പാരിറ്റീവ്ലി ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഇൻട്രിക്കസീസിലേക്കൊന്നും പോകാത്ത ഒരു മനുഷ്യന് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് വലിയ സംശയമുണ്ട്. കാരണം അദ്ദേഹം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇതുവരെ പ്രവർത്തിച്ചിട്ടില്ല.
ഇപ്പൊ കർണാടകത്തിലായാൽ പോലും അദ്ദേഹം സംസ്ഥാന യൂണിറ്റിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു കാര്യമായിട്ടുള്ള ഉൾപാർട്ടി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഏർപ്പെട്ടതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. ദേശീയ തലത്തിൽ പോലും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, BJPയുടെ സ്പോക്സ് പേഴ്സൺ ആയിരുന്നു. പക്ഷെ അതിന്റെ അപ്പുറത്ത് ഇത്തരം കാര്യങ്ങളിൽ, അതായത് ഒരു വാറിംഗ് നടക്കുന്ന രണ്ട് ഗ്രൂപ്പുകൾക്കിടയിൽ വളരെ ഇൻഫൈറ്റ് നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ഏത് തരത്തിലാണ് ഈ സ്ട്രാറ്റജി? ഇപ്പൊ കേരളത്തിൽ തന്നെ നോക്കുക, കഴിഞ്ഞ കുറേ കാര്യം സുരേന്ദ്രൻ നമ്മൾ കാണുന്നു, ഈ ഇപ്പോൾ സ്ഥാനം രഹിതരായി പോകുന്ന സുരേന്ദ്രൻ മുമ്പ് യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ, ആദ്യ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹത്തിന്റെ വർഗീയത ഒരു വളരെ മൂടിവെച്ച വർഗീയതയായിരുന്നു, വളരെ കുറച്ച് അദ്ദേഹം പറഞ്ഞുള്ളൂ. അദ്ദേഹം അക്കാലത്ത് മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെ പോലെ അഴിമതി, സ്വജനപക്ഷപാതം, ക്രമക്കേടുകൾ ഇതൊക്കെയാണ് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ സമയത്ത് വളരെ വലിയ തമാശകരമായ കാര്യം, അദ്ദേഹം പലപ്പോഴും പത്രസമ്മേളനത്തിൽ പറയും ഒരുപാട് രേഖകളുണ്ട്, ഞാൻ അടുത്ത പത്രസമ്മേളനത്തിൽ രേഖകൾ പുറത്തുവിടും. പക്ഷെ അങ്ങനെ രേഖകൾ പുറത്തുവിടാതിരിക്കുകയും സുരേന്ദ്രൻ്റെ രേഖകളെക്കുറിച്ച് കേരളത്തിൽ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീടാണ് ആ ഒരു തലത്തിൽ വികസനത്തിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ മുന്നോട്ട് പോക്കിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ, അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ അത് വോട്ടാകില്ല എന്ന തിരിച്ചറിവിലാണ് സുരേന്ദ്രനെ കുറിച്ചുകൂടി അഗ്രസീവായ, പലപ്പോഴും മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയം പറയാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്നും മറ്റൊരു ഘട്ടത്തിലേക്ക് മറ്റൊരു പ്രസിഡന്റ് വരുമ്പോൾ ഇനി എന്തു പറഞ്ഞാലാണ് ഈ കേരളത്തിലെ നിലവിലുള്ള ഡെമോഗ്രാഫി ഷാജി, ഇവിടെ കളമശ്ശേരിയിൽ സ്ഫോടനം ഉണ്ടായ സമയത്ത് അതിന് പിന്നിൽ മുസ്ലിം വിഭാഗമാണ് എന്ന രീതിയിൽ ആദ്യം പ്രതികരിച്ചത് രാജീവ് ചന്ദ്രശേഖറാണ്, ഓർക്കുന്നില്ലേ? തീർച്ചയായും, അതെ, തീർച്ചയായിട്ടും. പക്ഷെ ഒപ്പം തന്നെ ഈ വലിയൊരു വെല്ലുവിളി ഉള്ളത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഒരു നല്ലൊരു പങ്കിനെ കൂടെ നിർത്താതെ BJP ആഗ്രഹിക്കുന്ന രീതിയിൽ BJPക്ക് ഇവിടെ വളരാൻ കഴിയില്ല. അപ്പം അതിൽ ഒരുപാട് ബിഷപ്പുമാരും ഒരുപാട് ക്രൈസ്തവ നേതാക്കന്മാരും ഒക്കെ BJPക്ക് അനുകൂലമായ പ്രസ്താവനകൾ പല ഘട്ടങ്ങളിൽ ഇറക്കിയെങ്കിലും ഈ മണിപ്പൂരൊക്കെ വലിയൊരു തടസ്സമായിട്ട് ഇറക്കി വരുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് എന്തു തരത്തിലുള്ള സ്ട്രാറ്റജിയാണ്, അതായത് ന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടും മറ്റൊരു വിഭാഗത്തെ കൂടുതലായി തങ്ങളോട് അടുപ്പിച്ച് നിർത്തിക്കൊണ്ടും ഉള്ള ഒരു വിജയതന്ത്രം അദ്ദേഹം സ്വീകരിക്കുമോ? ആ രീതിയിലുള്ള ഒരു ഇലക്ഷൻ തന്ത്രമായിരിക്കും മുന്നോട്ട് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അതൊരു വെല്ലുവിളിയാണ്. മറുവശത്ത് സ്വന്തം സംഘടനാ സംവിധാനത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് അസംതൃപ്തരുണ്ട്. ഇപ്പോൾ അസംതൃപ്തരുടെ കൂട്ടത്തിലേക്ക് സുരേന്ദ്രനും ചേരുന്നു എന്നുള്ളതാണ് നമ്മുടെ ചർച്ചയുടെ തുടക്കത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ശബ്ദമായി നമ്മൾ കേട്ട കാര്യങ്ങൾ. അദ്ദേഹം പറയുന്ന രീതിയൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം വലിയ ഹാപ്പിയല്ല. അപ്പോൾ ഒരുപാട് അസംതൃപ്തരായ മനുഷ്യർ ഉള്ള ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിൽ ഇപ്പോൾ എത്ര നാളായി നമ്മൾ കേട്ടോണ്ട് ശോഭാ സുരേന്ദ്രൻ നേതൃത്വത്തിലേക്ക് വരും. അത് അവർ വലിയൊരു, കാരണം അവരൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ഈ രാജീവ് ചന്ദ്രശേഖരനെ പോലെ തന്നെ നന്നായി വോട്ട് പിടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ച ഒരാളുടെ ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അവർക്ക് ഒരുപാട് ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ട്, താഴെത്തട്ടിലുള്ള ബന്ധങ്ങളുണ്ട്, ആളുകളെ പേരെടുത്ത് വിളിക്കാനുള്ള ബന്ധങ്ങളുണ്ട്, ആളുകളെ കൂട്ടായി കൊണ്ടുപോകാനുള്ള, അല്ലെങ്കിൽ ചില ആളുകളോട് ഒത്തുപോകാൻ പറ്റിയില്ലെങ്കിലും ഭൂരിപക്ഷത്തോട് ഒത്തുപോകാൻ പറ്റും ഒരുപാട് സ്ട്രാറ്റജി ഉണ്ട്. ഹിന്ദുത്വം കൊണ്ട് അത്യാവശ്യം വർഗീയത പറയാനും കഴിയും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിന് വെളിയിലെങ്കിലും പാർട്ടിയുടെ താഴെത്തട്ടുള്ള നേതാക്കന്മാർക്ക് എത്ര പേർക്ക് അദ്ദേഹത്തെ അടുത്തറിയാം എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ സംഘടനയെ മൊത്തത്തിൽ ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു നേതാവായിട്ട് അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്നുള്ളത് വലിയൊരു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.